ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഫൊർഗീവ്നെസ് ചലഞ്ചിന്റെ അവസാന ദിവസമാണ്. ഈ 7 ദിവസത്തെ യാത്രയിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് ഒരു വലിയ സമ്മാനം നൽകിയിരിക്കുകയാണ് അല്ലേ? ആദ്യത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ വേദനയെ അംഗീകരിക്കാൻ പഠിച്ചു, അങ്ങനെ അംഗീകരിച്ചു. 2-ാം ദിവസം നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ അനുഭവിക്കാൻ പഠിച്ചു, അനുഭവിച്ചു. 3-ാം ദിവസം നിങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചവരെ മറ്റൊരു കാഴ്ചപ്പാടിൽ കാണാൻ ശ്രമിച്ചു. 4-ാം ദിവസം നിങ്ങൾ സ്വയം ക്ഷമിക്കാൻ തുടങ്ങി. 5-ാം ദിവസം നിങ്ങൾ ഭാരങ്ങൾ വിട്ടുകൊടുക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ചുമലിൽ നിന്ന് ഭാരങ്ങൾ ഇറക്കി വെക്കാൻ പഠിച്ചു. 6-ാം ദിവസം ക്ഷമയും ബൗണ്ടറീസും എങ്ങനെ ഒരുമിച്ച് നിലനിർത്താമെന്ന് മനസ്സിലാക്കി. ഇന്ന് ഈ യാത്രയുടെ അവസാന ദിവസമാണ്. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ഒരു പുതിയ ജീവിതത്തിന്റെ ആദ്യ ദിവസം കൂടിയാണ് അല്ലേ? കാരണം ക്ഷമയുടെ ലക്ഷ്യം മറ്റൊരാളെ മാറ്റുക എന്നുള്ളതല്ല, സംഭവിച്ചത് ഇല്ലാതാക്കുക എന്നതുമല്ല. എന്താ ക്ഷമയുടെ ലക്ഷ്യം? നിങ്ങളുടെ ഹൃദയത്തെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് ശ്രദ്ധിച്ചോ? അതോ നിങ്ങൾ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണോ? നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ ഏത് അവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും? അതോ നിങ്ങളുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോൾ ഹീലിംഗ് വളരെ നിശബ്ദമായിട്ടാണ് സംഭവിക്കുക. ഒരു ദിവസം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ പൂർണ്ണമായിട്ട് മാറി എന്നൊന്നും നമുക്ക് തോന്നണമെന്നില്ല. പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകും. കുറച്ച് കൂടുതൽ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ നെഞ്ചിന്റെ ഭാരം കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? കോപം കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? കുറച്ച് കൂടുതൽ വ്യക്തത കിട്ടിയിട്ടുണ്ടോ നമുക്ക് കാര്യങ്ങളെ കുറിച്ച്? കുറച്ച് കൂടുതൽ ആത്മവിശ്വാസം വന്നിട്ടുണ്ടോ നമുക്ക്? ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു കൊടുങ്കാറ്റൊന്നുമല്ല, അതൊരു സൂര്യോദയം പോലെയാണ്. മെല്ലെ, ശാന്തമായി, എന്നാൽ ഉറപ്പായി നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നിങ്ങൾ ഈ യാത്ര ആരംഭിച്ച വ്യക്തിയാണോ? സ്വയം ചോദിക്കുക, എന്നിട്ട് നിങ്ങൾ ഉത്തരം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ബോധമുള്ളവരായില്ലേ? കൂടുതൽ ശക്തരായില്ലേ? കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ നടന്നെടുത്തില്ലേ? ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടോ? ഇല്ല. ചില മുറിവുകൾ നമ്മൾ ആവശ്യപ്പെട്ടതല്ല, ചില നഷ്ടങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതല്ല, ചില ആളുകൾ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകും, ചില സ്വപ്നങ്ങൾ തകർന്നു പോയിട്ടുണ്ടാകും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഭൂതകാലം എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്, അല്ലാതെ അതൊരു താമസ സ്ഥലമല്ല. നമുക്ക് അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാം, പക്ഷെ അവിടെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വർഷങ്ങളോളം പഴയ ഓർമ്മകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുക, അവിടെ താമസിക്കുക. പഴയ വേദനകൾ വീണ്ടും വീണ്ടും ഓർക്കും, പഴയ സംഭാഷണങ്ങൾ മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കും, പഴയ മുറിവുകളെ വീണ്ടും വീണ്ടും സ്പർശിക്കും. പക്ഷെ ഇന്ന് നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടക്കാനുള്ള ദിവസമാണ് ഇന്ന്. പാഠങ്ങൾ നമ്മൾ കൂടെ കൊണ്ടുപോകണം, പക്ഷെ ഭാരങ്ങൾ അവിടെ വെച്ചിട്ട് പോകണം. ചിലപ്പോഴെങ്കിലും വേദന അനുഭവിച്ച ആളുകൾക്ക് ഒരു രഹസ്യ കുറ്റബോധം ഉള്ളിലുണ്ടാവും. അവർ ചിന്തിക്കും, ഞാൻ ഇത്രയും വേദനിച്ച ശേഷം എങ്ങനെ സന്തോഷിക്കും? ഞാൻ മുന്നോട്ട് പോയാൽ ഞാൻ സംഭവിച്ചതെല്ലാം മറക്കുകയാണോ? ഞാൻ ചിരിക്കുകയാണെങ്കിൽ എന്റെ വേദനയ്ക്ക് വിലയില്ലാണ്ടാവുമോ? അതിനുള്ള ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് സന്തോഷിക്കാൻ അനുവാദമുണ്ട്, നിങ്ങൾക്ക് വീണ്ടും സ്നേഹിക്കാൻ അനുവാദമുണ്ട്, നിങ്ങൾക്ക് പുതിയ സ്വപ്നങ്ങൾ കാണാനും അനുവാദമുണ്ട്, നിങ്ങൾക്ക് വീണ്ടും ജീവിക്കാനും അനുവാദമുണ്ട്. നിങ്ങൾ വേദനയെ ബഹുമാനിക്കുന്നതിന്റെ അർത്ഥം അതിനെ ജീവിതകാലം മുഴുവൻ ചുമക്കുക എന്നുള്ളതല്ല. യഥാർത്ഥ ബഹുമാനം അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മോശം അധ്യായം ഉണ്ടായിരിക്കാം, പക്ഷെ അത് മുഴുവൻ പുസ്തകമല്ല. ഇനിയും ഒരുപാട് മനോഹരമായ പേജുകൾ എഴുതപ്പെടാനുണ്ട്. അപ്പൊ ഈ യാത്രയുടെ അവസാനം ഇന്ന് നിങ്ങൾ ഒരു ചെറിയ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ തിരഞ്ഞെടുക്കണം. എന്താണ് ഇനി ഞാൻ കൂടെ കൊണ്ടുപോകേണ്ടത്? എന്താണ് ഇനി ഇവിടെ വെച്ചിട്ട് പോകേണ്ടത്? ഈ 2 കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പൊ നിങ്ങളൊരു പേനയും പേപ്പറും എടുക്കുക. എന്നിട്ട് പേപ്പറിന്റെ നടുവിൽ ഒരു വര വരയ്ക്കുക. ഇടതുവശത്ത് എഴുതേണ്ട കാര്യങ്ങൾ, ഞാൻ പിന്നിൽ വിട്ടുപോകുന്നത്, ഞാൻ എന്താണ് വിട്ടുകളയേണ്ടത്. അതിനിടയിൽ നിങ്ങൾ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതുക. ഉദാഹരണത്തിന് നിങ്ങളുടെ പഴയ കോപം, നിങ്ങളുടെ സ്വയം കുറ്റപ്പെടുത്തുന്ന അവസ്ഥ, നിങ്ങളെ വേദനിപ്പിച്ച ഓർമ്മകളുടെ ഭാരം, നിങ്ങളുടെ ഉള്ളിലുള്ള പ്രതികാര ചിന്തകള്,
നിങ്ങളുടെ ഉള്ളിലെ ഞാൻ പോരാ എന്നുള്ള തോന്നലുകള്, നിങ്ങളുടെ പഴയ ഭയങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇടതുവശത്ത് എഴുതുക. ഇനി വലതുവശത്ത് എഴുതേണ്ട കാര്യം ഞാൻ എന്തെല്ലാമാണ് എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എഴുതുക. ഉദാഹരണത്തിന് മനസ്സമാധാനം, ആത്മവിശ്വാസം, സന്തോഷം, പുതിയ അവസരങ്ങള്, ആരോഗ്യകരമായ ബന്ധങ്ങള്, സ്വയം സ്നേഹിക്കല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റൈറ്റ് സൈഡിൽ എഴുതുക. ഇപ്പോൾ ആ പേപ്പറിലേക്ക് ഒന്ന് നോക്കൂ. ഇതൊരു സാധാരണ എക്സസൈസ് അല്ല കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് നിർബന്ധമായിട്ടും ചെയ്യാൻ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ. ഇത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. ഇനി നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. എന്നെ പിന്നോട്ട് വലിക്കുന്നതിനെ ഞാൻ വിട്ടുകളയാണ്, എന്നെ മുന്നോട്ട് നയിക്കുന്നതിനെ ഞാൻ സ്വീകരിക്കുകയാണ്. ഹീലിംഗ് എന്നത് ഒരു വലിയ സംഭവമല്ല. അത് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളുടെ ഫലമായിട്ട് നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നെടുക്കുകയാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇപ്പൊ നിങ്ങളൊന്ന് കണ്ണുകൾ അടയ്ക്കുക. എല്ലാവരും സ്വസ്ഥമായിട്ട് സുഖാസനത്തിലോ വജ്രാസനത്തിലോ ഇരിക്കുക. കസേരയിൽ ഇരിക്കുന്നവരാണെങ്കിൽ കാലുകൾ നിലത്ത് മുട്ടിച്ചു വെക്കുക, തറയിൽ മുട്ടിച്ചു വെക്കുക. എന്നിട്ട് നട നിവർത്തിയിരിക്കുക. കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. ഒരു ഡീപ് ബ്രെത്ത് എടുക്കുക. ബ്രീത് ഇൻ. കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം പുറത്തേക്ക് ശ്വാസം മെല്ലെ വിടുക. 2-3 വട്ടം ബ്രീത്ത് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ആ പേപ്പർ ഇപ്പോഴും ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതിൽ നിങ്ങൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ച എല്ലാ ഭാരങ്ങളും, ഉപേക്ഷിക്കാൻ തീരുമാനിച്ച എല്ലാ ഭാരങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു വലിയ മലമുകളിലാണ് നിൽക്കുന്നതെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ചുമലില് നിങ്ങൾ ഭാരം, ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഭാരം നിങ്ങളുടെ ചുമലിൽ ഒരു ബാഗിൽ കിടക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആ മല മുഴുവൻ കയറിയത് ഈ ഭാരവും ചുമന്നുകൊണ്ടാണ്. എങ്ങനെയെങ്കിലും അതൊന്ന് നിലത്ത് വെച്ചാൽ മതിയെന്നാണ് നിങ്ങൾക്ക്. അപ്പോ നിങ്ങൾ ആ ബാഗ്, ആ ഭാരം താഴെ ഇറക്കി വെച്ചു. അതിനുശേഷം നിങ്ങൾ ഇതിനെ ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതിന് നിങ്ങൾ ആ മലമുകളിൽ നിന്ന് വലിയൊരു കൊക്കയിലേക്ക് താഴേക്ക് തള്ളിയിടുകയാണ്. ആ ബാഗ് താഴേക്ക് വീണ് പോയപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് ഫ്രീ ആയി. ഇപ്പൊ നിങ്ങൾ റിലാക്സ്ഡ് ആണ്. നിങ്ങൾ നന്നായിട്ട് ബ്രെത്ത് ഉള്ളിലേക്ക് എടുക്കുക. ഓരോ ബ്രെത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ സമാധാനം നിറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ പുറത്തേക്ക് ശ്വാസം വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ്സും പുറത്തേക്ക് പോയിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി വെയ്റ്റ്ലെസ് ആയി മാറുന്നത് അറിയുക. ഇനി നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വഴി തുറക്കപ്പെടുന്നത് കാണുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു വഴിയാണത്, മുന്നിലേക്കുള്ള വഴി. ആ വഴിയിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളില് സന്തോഷം നിറയുന്നു. നിങ്ങളുടെ ഉള്ളിലെ സമാധാനം നിറയുന്നു. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം, സ്നേഹം, സ്വാതന്ത്ര്യം, ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങളുടെ ഹൃദയം കൂടുതൽ ശാന്തതയോടെ ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾ മനസ്സിൽ പറയുക, ഞാൻ തയ്യാറാണ്, ഞാൻ മുന്നോട്ട് പോകുന്നു, ഞാൻ എൻ്റെ പുതിയ ജീവിതത്തെ സ്വാഗതം ചെയ്യുന്നു, ഞാൻ സ്വതന്ത്രനാണ്. നിങ്ങൾ ആ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞു തുളുമ്പി നിങ്ങൾ നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ ഒട്ടും വെയിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു. എന്ത് സന്തോഷമാണ്, എന്ത് സമാധാനമാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വാക്കുകൾ ആവർത്തിക്കുക. ഞാൻ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ സമാധാനം തിരഞ്ഞെടുക്കുന്നു, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു,
ഞാൻ സ്വതന്ത്രനാണ്. എൻ്റെ ഭൂതകാലം എന്നെ നിർവചിക്കുന്നില്ല. എൻ്റെ ഭാവി വളരെയധികം പ്രതീക്ഷാപൂർണമാണ്. ഞാൻ പുതിയ തുടക്കങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ മതിയായവനാണ്. ഞാൻ സമാധാനമാണ്. നിങ്ങൾ വളരെ സന്തോഷത്തോടെ ആ പുതിയ പാതയിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് കൈകൾ കൂട്ടിത്തിരുമ്മി കണ്ണുകൾ വെച്ചിട്ട് കണ്ണുകൾ തുറക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. നിങ്ങൾ 7 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി. പക്ഷെ ഇത് അവസാനമല്ല, ഇതൊരു പുതിയ തുടക്കമാണ്. അപ്പൊ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറും എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷെ ഇന്നു മുതൽ നിങ്ങളൊരു പുതിയ രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. കൂടുതൽ ബോധത്തോടെ, കൂടുതൽ സമാധാനത്തോടെ, കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ ജീവിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ ജീവിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പുതിയൊരു ജീവിതം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് വരാൻ തുടങ്ങും. ക്ഷമ എന്നത് മറ്റൊരാളെ മോചിപ്പിക്കുന്നതല്ല, നമ്മുടെ സ്വന്തം ഹൃദയത്തെ മോചിപ്പിക്കില്ല. അപ്പോൾ ഈ 7 ദിവസത്തിലെ യാത്രയിൽ നിങ്ങൾ എന്നോടൊപ്പം സഹകരിച്ചതിന് വളരെയധികം നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.